ഹായ് കൂട്ടുകാരെ, സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, ഈ കപ്പയ്ക്കകത്തോടെ നടന്നു പോയി നമുക്ക് കുറച്ച് മുളക് പറിക്കാം. വരൂ. അമ്മ ഫ്രണ്ടിൽ പോകാൻ കുറച്ച് ബാക്കി വരണം. ഇത് കണ്ടോ കൂട്ടുകാരെ, ഇത് കണ്ടോ, ഈ മുളക് കണ്ടോ? വയലറ്റ് മുളകാണ്, വയലറ്റ്. ഇത് നല്ല പാകമാകുമ്പം വിളഞ്ഞ് വരുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും. വിളഞ്ഞ മുളക് പഴുത്ത മുളകായിട്ട് മാറുമ്പോൾ എല്ലാം നല്ല റെഡ് കളറായിരിക്കും. ഇതാ വയലറ്റ് മുളക് കണ്ടോ? ഈ മുളക് ഞാൻ കൃഷിക്കടയിൽ നിന്ന് 20 രൂപ കൊടുത്തൊരു തൈ വാങ്ങിച്ചതായിരുന്നു. വാങ്ങിച്ചതെന്ന് വെച്ചാൽ 2-3 വർഷത്തിലധികമായി ഈ തൈ ഒരു തൈ വാങ്ങിച്ച് നട്ടത്. അപ്പോൾ അതിൽ നിന്ന് വിത്തെടുത്ത് മുളപ്പിച്ച തൈയാണ് ഈ തൈ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ പറമ്പിൽ ഒരു 5-6 തൈകൾ വെച്ച് പിടിപ്പിച്ചെങ്കിൽ ഇതാണ് കുറേ നല്ലതായി വന്ന് മുളകൊക്കെ ഉണ്ടായി തുടങ്ങിയിരുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ ചെടിയാണ്. ഈ വർഷം ഇപ്പം മഴയൊക്കെ പിടിച്ച് വളമൊക്കെ കൊടുത്തപ്പോൾ നന്നായിട്ടിങ്ങനെ മുളകൊക്കെ ഉണ്ടായി. ഇതിന് കുറച്ച് മുളകൊക്കെ എടുത്തു, കുറേ മുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള തൈകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ആ തൈകൾ ഇവിടെ കപ്പ നടാൻ വേണ്ടി JCB വിളിച്ച് ഇങ്ങനെ കപ്പയ്ക്ക് കൂമ്പൽ കോരിയ സമയത്ത് ആ ആളറിയാതെ കുറേയൊക്കെ പിഴുത് മണ്ണിനടിയിലാക്കിപ്പോയി. ഒരു 3-4 തൈ അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മുളക്, പഴുത്ത മുളകും വയലറ്റ് മുളകും പാകമായതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഞാനും കുഞ്ഞുമോളും കൂടിയാണ് പറിക്കുന്നത്. ഇതിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാരം, കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊക്കെ ഇതിന് ചുവട്ടിൽ കൊണ്ടൊഴിക്കും. അങ്ങനെ ഇത് പുഷ്ടിപ്പെട്ടൊക്കെ വരുന്നത്. അപ്പോൾ മഴ സമയമായപ്പോൾ, കഴിഞ്ഞ മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് നല്ലതായിട്ടായിട്ട് കുറേ മുളക് കിട്ടിയായിരുന്നു. ഇപ്പം ഇത് ഈ മഴയ്ക്ക് ശേഷം 2-മോ 3-മോ ഒക്കെയാണ് മുളക് എടുക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞു. ചൂടാണിപ്പോൾ, വെയിൽ. 2 ആഴ്ചയായിട്ട് മഴ കുറവല്ലേ. അപ്പോൾ മുളക് ഇനി അടുത്ത മഴയാകുമ്പോഴത്തേക്കും ഇതെല്ലാം പൂവിട്ട് കുറേ മുളകുണ്ടാകും. അപ്പോഴാണ് അതിന് മുമ്പായിട്ട് ഇനി കുറച്ച് ഇതിന് വളങ്ങൾ കൊടുത്ത് ഒന്ന് വെട്ടി മൂടി ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒക്കെ ആകുമ്പോഴത്തേക്കും കഞ്ഞിവെള്ളം കൊണ്ടൊഴിക്കും. പിന്നെ ചാണകവെള്ളം ഒഴിക്കും. പിന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചേക്കുമല്ലോ. മക്കളെ, ഇത് ഇല കളയാതെ ഇങ്ങനെ കുടിക്കരുത് കേട്ടോ, ഇല പോകരുത്. അങ്ങനെ പച്ചക്കറി അരിഞ്ഞതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ചിലപ്പോൾ കഞ്ഞിവെള്ളത്തിലൊക്കെ കൊണ്ടിടും. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പച്ചക്കറി വേസ്റ്റും വെള്ളവും കൂടെ കൂടി, കുറച്ച് വെള്ളം കൂടെ, അത് മാത്രം ഒഴിക്കുകയില്ല, പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ കൂടി ഇരട്ടിയാക്കി നേർപ്പിച്ചാണ് ഒഴിക്കുന്നത്. അങ്ങനെ കൊണ്ടൊഴിച്ച് കഴിയുമ്പോൾ ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഒഴിൻ്റെ കൂടെ കുറച്ച് ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ചാണ് ഒഴിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുളക് നന്നായിട്ടുണ്ടാകും. ഇതിൻ്റെ വിത്ത് ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തൊക്കെ നന്നായിട്ടുണ്ടായി നിൽക്കുന്നെന്ന് പറയുന്നു. എന്താ മോനെ? അതെടുക്കും. ഈ മുളക് ചെടിയുടെ വെയിലേക്കുന്ന ഭാഗം ഇലയിൽ നല്ല പർപ്പിൾ കളറാണ്, വയലറ്റ് കളറും. പിന്നെ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, ഇലയുടെ അടിഭാഗം പച്ച കളറുമാണ്. ഇതാണ് ഈ ചെടിയുടെ പ്രത്യേകത. പിന്നെ ഇത് ആദ്യമായിട്ട് ഉണ്ടായി വരുന്ന മുളക് നല്ല വയലറ്റ് കളറിൽ ഈ രീതിയിലിരിക്കും. പിന്നെ കുറച്ച് പാകമാകുന്ന മുളക് ഇങ്ങനെ ആയിരിക്കും, പച്ച നിറത്തിൽ വരും. പിന്നെ പഴുത്ത മുളക്, നല്ല പാകമായി മൂത്ത് പഴുത്ത മുളക് നല്ല റെഡ് കളറിൽ പഴുത്ത് വരും. പക്ഷെ നല്ല രസമുണ്ട് ചെടിയിൽ ഇങ്ങനെ വയലറ്റ് കളറിൽ നിറയെ മുളകും
പിന്നെ ചുമന്ന കളറൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കുറച്ചുള്ളത് കൊണ്ടാണ് നല്ല ഇതായിട്ട് തോന്നാത്തത്. നല്ലതായിട്ട് കുറേ മുളകുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു വെളുത്ത മുളകുണ്ട്, വെളുത്ത കാന്താരി മുളകുണ്ട്, അതും കൂടെ കാണിക്കാം. വാ. ഇതാ ഞാൻ പറഞ്ഞത്, വെള്ള കളറുള്ള വൈറ്റ് കളർ മുളക്, വൈറ്റ് കളർ കാന്താരി. ഇതിന് എരിവ് ശകലം കുറവാണ്. നമ്മുടെ നാടൻ കാന്താരി പോലത്തെ നല്ല എരിവൊന്നുമില്ല. എരിവുണ്ട് എങ്കിലും കുറച്ച്. ചമ്മന്തി അരച്ചാലൊക്കെ നല്ല വെള്ള ചമ്മന്തിയൊക്കെ അരച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ലതാണ്. എരിവും കുറവുണ്ട്, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇതൊരു വർഷമായി കേട്ടോ ഈ മുളക് ചെടി. കഴിഞ്ഞ സമയത്ത് ഇവിടെ വാഴ നട്ടിരുന്ന സമയത്ത് ഞാൻ പിടിപ്പിച്ചെടുത്ത മുളകാണ്. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് ഇതിൻ്റെ വിത്ത്. ഒരു മുളക് തന്നുള്ളൂ. അത് കുറേ വിത്ത് ഞാൻ പാകി കുറേ മുളക് കിളിച്ചായിരുന്നു. പക്ഷേ അത് നട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ചിലപ്പം ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ അല്ലെങ്കിൽ ഒരാഴ്ച വെള്ളം ഒഴിക്കാതെയൊക്കെ അങ്ങനെ ചൂട് സമയത്ത് അങ്ങനെ നശിച്ചൊക്കെ പോയി. ഞങ്ങൾക്ക് ഒഴിക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഇത് നിറച്ച് കൊണ്ടായിരുന്നു. ഈ മഴയ്ക്ക് ശേഷം നല്ലപോലെ മുളകുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഞാൻ ഒരു പ്ലേറ്റ് നിറയെ മുളക് ഞാൻ പറിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചമ്മന്തി അരയ്ക്കാനൊക്കെ എടുത്തതിൻ്റെ ബാക്കി മുളക് പഴുത്ത അവിടെ ഇരിക്കണം. അപ്പോൾ ഈ പഴുത്ത് വരുന്ന മുളക് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ മുളകെല്ലാം ഞാൻ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്താൽ ഉണങ്ങിയ മുളക് ചമ്മന്തി അരയ്ക്കാനും അച്ചാറിലിടാനും, പച്ചമുളക് നമുക്ക് കിട്ടാത്ത സമയത്ത്, കാന്താരി മുളക് കിട്ടാത്ത സമയത്ത് നമുക്ക് ചമ്മന്തി അരയ്ക്കാനും അച്ചാറിലൊക്കെ ഇടാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഇപ്പോഴില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, കുറേ നാളിരുന്നു. ഇനി ഈ മുളകൊക്കെ നട്ടുപാകി അപ്പുറത്തെ സൈഡിലും 2-3 തൈയുണ്ട്. മുളകായി വരുന്നതേ ഉള്ളൂ. ഒരു 4 തൈ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ. അപ്പം മുളകായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നിറച്ച് മുളക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതിൽ നിന്നല്ല. അങ്ങനെ ഞാനും കുഞ്ഞോളും കൂടി ഈ മുളക് പറിക്കാം. വാ കുഞ്ഞോളെ ഇത്. ഇനി ഇത് കൂടാതെ എന്താണ്ട് അവിടെ ആ സൈഡിലൊരു പച്ച നിറമുള്ള, ഇതിൽ ചെറിയ ഒരു കാന്താരി ഉണ്ടായിരുന്നു. പച്ച നിറത്തിലുണ്ടാകുന്ന കാന്താരി, ഇളം പച്ച നിറത്തിലുള്ള കാന്താരി മുളക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പ്രാവശ്യം അത് കുറേ പ്രായമായ ചെടിയായി പോയതുകൊണ്ട് അതിൻ്റെ ചുവട് നശിച്ചു പോയി. പക്ഷേ അതിൻ്റെ വിത്ത് എനിക്ക് എടുത്ത് മുളപ്പിച്ച് വെച്ചിട്ട് കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് നടന്ന് അവിടെ എനിക്കൊരു തൈ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് അവിടെ നിന്ന് ഇളക്കി മാറ്റണോ അവിടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. പക്ഷേ കപ്പ പറിക്കുമ്പോഴത് പോകില്ലേ, അതുകൊണ്ട് അത് ഇളക്കി മാറ്റാമെന്ന് കരുതി ഞാൻ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അത് ഇളക്കി മാറ്റി വെച്ച് പിടിപ്പിച്ച് നന്നായിട്ട് എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുളക് പറിച്ചാലോ കുഞ്ഞെ? ഇനി ഇവിടെ നിന്ന് കപ്പയുടെ കൂമ്പല് ചവിട്ടരുത് കേട്ടോ. പക്ഷേ ഇടയിലാണ് ചവിട്ടാവുള്ളൂ കേട്ടോ, അമ്മയോട് പറഞ്ഞേ. വെള്ളയും റെഡും എല്ലാം പറിച്ചു. ചെടി ഒടിക്കരുത് കേട്ടോ, സൂക്ഷിച്ച് വെക്കണേ. ഞാൻ വെള്ള, അമ്മമ്മ എല്ലാം കളർ, അമ്മമ്മ വെള്ളം എടുക്കണ്ടേ. ഈ മുളക് ഞാൻ വെള്ളം എടുക്കാം. ഇതിലേക്ക് എടുത്ത് പറിച്ചിടും മക്കളെ. ഇങ്ങോട്ട് പാരിയിട്, ഇങ്ങോട്ടിട്, എല്ലാം ഒരുമിച്ചിട്. പാടല്ലേ.
ആക്കിയാണ് ആക്കുന്നത്. ആക്കുന്നത് ആക്കുന്നത് മാറ്റി 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 തീരെ പൊടി പൂവൊന്നും കളയാതെ പഠിക്കണം. കൂട്ടുകാരെ മുളക് പറിച്ച് ഫിനിഷാക്കി. ഇത്രയും മുളക് ഞങ്ങൾക്ക് കിട്ടി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ. ബൈ.